മീറ്റ് സോനൽ ദിനുഷ. 2025 ബംഗ്ലാദേശിനെതിരെയാണ് അദ്ദേഹം തൻ്റെ ടെസ്റ്റ് ഡെബ്യൂ നടത്തിയത്. ഇന്ത്യക്കെതിരെ അദ്ദേഹം ടെസ്റ്റിൽ ആദ്യ സെഞ്ചുറി നേടുന്നു ഈ സീരീസിൽ. പിന്നീട് വീണ്ടും സെഞ്ചുറി നേടുന്നു. ഇൻട്രസ്റ്റിംഗ്ലി ഇന്ത്യ 50 റൺസിനുള്ളിൽ ഒരിക്കൽ പോലും ഈ സീരീസിൽ അദ്ദേഹത്തിന് പുറത്താക്കാനും കഴിഞ്ഞിട്ടില്ല. ഹി ഹാസ് സിംഗിൾ ഹാൻഡ്ലി ക്യാരിഡ് ശ്രീലങ്ക ഇൻ ദിസ് ഇന്നിംഗ്സ്. Sonal Dinusha, a superstar in making. Under pressure, no support, he has become a hero for Sri Lanka. ഈ പരമ്പരയിലെ രണ്ട് ടീമിലെയും ഏറ്റവും മികച്ച ബാറ്റർ ആ യുവതാരം തന്നെയാണ് സോനൽ ദിനുഷ. അയാൾ മാത്രമായിരുന്നു ശ്രീലങ്കൻ ടീമിനെ പല ഘട്ടത്തിലും താങ്ങി നിർത്തിയത്. റെക്കോർഡുകൾ നേടിക്കൂട്ടി അയാൾ ഈ പരമ്പരയുടെ കണ്ടെത്തലായി തന്നെ മാറുകയായിരുന്നു. രവീന്ദ്ര ഡിസിൽവയ്ക്ക് ശേഷം, മഹേല ജയവർദ്ധനയ്ക്ക് ശേഷം, കുമാർ സംഗക്കാരയ്ക്ക് ശേഷം, സനത് ജയസൂര്യയ്ക്ക് ശേഷം വിശ്വസിക്കാൻ കഴിയാവുന്ന, പ്രതീക്ഷയർപ്പിക്കാൻ കഴിയാവുന്ന താരമായി ശ്രീലങ്കയ്ക്ക് വേണ്ടി അയാൾ വളർന്നിരിക്കുകയാണ്. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ രണ്ടാം ടെസ്റ്റിലും ശ്രീലങ്കയുടെ സോനൽ ദിനുഷ തന്റെ ശ്രദ്ധേയമായ പ്രകടനം തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൊളംബോയിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ മറ്റൊരു പോരാട്ട ഇന്നിംഗ്സ് കൂടി അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു ഇന്നിംഗ്സോടുകൂടി അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു എലൈറ്റ് ലിസ്റ്റിലാണ്. ലോക ക്രിക്കറ്റിലെ അധികായരായ സഹീർ അബ്ബാസ്, എവർട്ടൺ വീക്സ് എന്നിവരുടെ എക്സ്ക്ലൂസീവ് പട്ടികയിലാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ ഇന്നിംഗ്സോടെ ഇടം നേടിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരായി ആദ്യ 3 ടെസ്റ്റ് ഇന്നിംഗ്സുകളിലും 80 അല്ലെങ്കിൽ അതിൽ കൂടുതൽ റൺസ് നേടുന്ന ടെസ്റ്റ് ചരിത്രത്തിലെ മൂന്നാമത്തെ ബാറ്റ്സ്മാനായിട്ടാണ് ഇപ്പോൾ ഈ ഇടങ്കയ്യൻ ബാറ്ററായ സോനൽ എത്തിപ്പെട്ടത്. 100, 84, 103 എന്നിങ്ങനെയാണ് ആദ്യ 3 ഇന്നിംഗ്സുകളിലെയും അദ്ദേഹത്തിന്റെ സ്കോറുകൾ. ഈ ഒരു റൺസുകളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരമായ എവർട്ടൺ വീക്സിനും പാകിസ്ഥാൻ ബാറ്റിംഗ് ഐക്കണായ സഹീർ അബ്ബാസിനും ഒപ്പം എത്തിയത്. 48 വർഷങ്ങൾക്ക് മുമ്പാണ് സഹീർ അബ്ബാസ് ഈ നേട്ടം കൈവരിച്ചത്. അതിനുശേഷം 48 വർഷങ്ങൾക്ക് ശേഷം ഇതാ ഇപ്പോൾ സോനൽ ദിനുഷയും ആ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 503-9 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തതിനെ തുടർന്ന് ശ്രീലങ്ക വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് കടുത്ത സമ്മർദ്ദത്തിലായിരുന്ന ഒരു ഘട്ടത്തിലാണ് ദിനുഷയുടെ പോരാട്ട വീര്യം നിറഞ്ഞ ഇന്നിംഗ്സ് പിറന്നത്. മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ ആതിഥേയർ 265-8 എന്ന നിലയിൽ ഒതുങ്ങിയിരുന്നു. ഫോളോ ഓൺ ഭീഷണിയുമായി നിന്നിരുന്ന അവർ 238 റൺസ് പിന്നിലായിരുന്നു ആ സമയത്ത്. എന്നിട്ടും ദിനുഷ ക്രീസിൽ ആ സമയത്ത് ഉറച്ചു നിൽക്കുന്നു. 137 പന്തിൽ നിന്നും 85 റൺസുമായി ആ ദിവസം പുറത്താകാതെ നിൽക്കുകയായിരുന്നു ദിനുഷ. മഴയും അതുപോലെ തന്നെ മോശം വെളിച്ചവും കാരണം നേരത്തെ മൂന്നാം ദിവസം കളി അവസാനിച്ചുവെങ്കിലും പിന്നാലെ 4-ാം ദിവസം വാലറ്റത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സെഞ്ചുറിയിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കെതിരായ സ്ഥിരതയുടെ ചരിത്രപരമായ കുതിപ്പ് എന്ന് തന്നെ പറയാം ദിനുഷയുടെ ഈ ഒരു ബാറ്റിംഗ് പ്രകടനത്തെ. വ്യത്യസ്ത മത്സര സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ബൗളിംഗ് ആക്രമണത്തെ അദ്ദേഹം എങ്ങനെ നേരിട്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ നേട്ടത്തെ പ്രത്യേകിച്ച് ശ്രദ്ധേയമാക്കുന്നത്. 7-ാം നമ്പറിൽ ഇറങ്ങിക്കൊണ്ട് ദിനുഷ ശ്രീലങ്കയുടെ ലോവർ ഓർഡർ ശക്തിപ്പെടുത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ വേഗത്തിൽ തന്നെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവിടെയാണ് ദിനുഷ തകർപ്പൻ പ്രകടനത്തോടെ ടീമിനെ താങ്ങി നിർത്തിയത്. ശ്രീലങ്കയുടെ റെക്കോർഡുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ 2020 ശേഷം ശ്രീലങ്കയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി അടിച്ചവരുടെ ലിസ്റ്റിലും ഇപ്പോൾ ഈ 2 സെഞ്ചുറികളിലൂടെ ദിനുഷ ഇടം നേടിയിട്ടുണ്ട്. ഏഞ്ചലോ മാത്യൂസ് 7 സെഞ്ചുറികൾ 2020 ശേഷം നേടിയിട്ടുണ്ട്. ധനഞ്ജയ ഡിസിൽവ 7 നേടിയിട്ടുണ്ട്. കരുണരത്നെ 7 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. കാമിന്ദു മെൻഡിസ് 5 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ദിനേശ് ചന്ദിമൽ 5 സെഞ്ചുറി നേടിയിട്ടുണ്ട്. പത്തു നിസ്സംഗ 4 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. കുശാൽ മെൻഡിസ് 4 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. അതിനുശേഷം 2 സെഞ്ചുറികളുമായി സോനൽ ദിനുഷയും ഈ ലിസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ ശ്രീലങ്കയ്ക്ക് വേണ്ടി നമ്പർ 6 അല്ലെങ്കിൽ അതിനുശേഷമുള്ള ലോവർ ഓർഡറിൽ വന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരങ്ങളുടെ ലിസ്റ്റിലും അദ്ദേഹം ഇപ്പോൾ ഇടം നേടിയിട്ടുണ്ട്. അതിൽ ഒന്നാമൻ തന്നെയാണ് ഇപ്പോൾ സോനൽ ദിനുഷ. 2 സെഞ്ചുറികളുമായി ദിനുഷ ഈ ഒരു ലിസ്റ്റിൽ ഒന്നാമതെത്തി നിൽക്കുമ്പോൾ 1 സെഞ്ചുറിയുമായി ദിനേശ് ചന്ദീപലും തിലകരത്ന ദിൽഷനും പ്രസന്ന ജയവർദ്ധനയും അർജുന രണതുകയും തിലൻ സമരവീരയും ഹഷൻ തിലകരത്നയും ഒക്കെയാണ് ഈ ലിസ്റ്റിലുള്ളത്. അവർക്കൊക്കെയും 1 സെഞ്ചുറിയാണ് നേടിയിട്ടുള്ളത്. 6-മനായോ അല്ലെങ്കിൽ 7-മനായോ ഇറങ്ങിക്കൊണ്ട് 6-മനായോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ലോവർ ഓർഡറിലോ ഇറങ്ങിക്കൊണ്ട് അവരൊക്കെയും 1 സെഞ്ചുറിയാണ് നേടിയിട്ടുള്ളതെങ്കിൽ 2 സെഞ്ചുറികൾ ഇതിനകം തന്നെ സോനൽ നേടിയിരിക്കുകയാണ്. വാട്ട് എ സീരീസ് സോനൽ ദിനുഷ ഈസ് ഹാവിംഗ് എന്ന് തന്നെ പറയാം. ഏർലി ഇൻ ഹിസ് കരിയർ ഹി ഈസ് ഓൾറെഡി പുട്ടിംഗ് അപ്പ് സം ഇൻക്രെഡിബിൾ പെർഫോമൻസസ്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ക്ഷമയോടെ സ്കോറിംഗ് അവസരങ്ങൾ കണ്ടെത്തുകയും സ്കോർ ബോർഡ് ചലിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഈ 3 ഇന്നിംഗ്സുകളിലും. അതിനുശേഷം അവസാന ഘട്ടത്തിൽ സിക്സറുകളും ബൗണ്ടറികളും നേടി വാലറ്റത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആക്രമണങ്ങൾ ആരംഭിക്കുന്നു. ശ്രീലങ്കയുടെ ചെറുത്തുനിൽപ്പിന്റെ മുഖമാണ് ഇപ്പോൾ ഈ സീരീസിലാകെ സോനൽ ദിനുഷ. ടീം സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ മികച്ച പ്രകടനം
പ്രകടനം കാഴ്ചവെക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ലങ്കയെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരയിലെ ഏറ്റവും വലിയ പോസിറ്റീവാണ്. തുടർച്ചയായി സെഞ്ചുറികൾ നേടിയ ദിനുഷ ശ്രീലങ്കൻ ഇതിഹാസങ്ങൾക്കൊപ്പം ചേർന്നുള്ള മറ്റു ചില എലൈറ്റ് ലിസ്റ്റിലും ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരായി തുടർച്ചയായ ടെസ്റ്റുകളിൽ സെഞ്ചുറി നേടിയ ദിനുഷ ഈ നേട്ടം കൈവരിച്ച ശ്രീലങ്കൻ ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. 97-ൽ ഇന്ത്യക്കെതിരെ 3 സെഞ്ചുറികൾ നേടിയ സാക്ഷാൽ അരവിന്ദ ഡിസിൽവയാണ് ഈ ലിസ്റ്റിൽ ഒന്നാമതുള്ളത്. അതിനുശേഷം 2009-2010 കാലഘട്ടത്തിൽ കുമാർ സംഗക്കാരയും 3 സെഞ്ചുറികൾ തുടർച്ചയായി നേടിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ തുടർച്ചയായി 2 ടെസ്റ്റുകളിൽ സെഞ്ചുറി നേടിയ മറ്റു ചില താരങ്ങൾ എന്ന് പറയുമ്പോൾ സാക്ഷാൽ സനത് ജയസൂര്യ ആ ലിസ്റ്റിലുണ്ട്, മഹേല ജയവർദ്ധനെ ആ ലിസ്റ്റിലുണ്ട്, തരംഗ പർണവിധാന ആ ലിസ്റ്റിലുണ്ട്, ഏഞ്ചലോ മാത്യൂസ് ആ ലിസ്റ്റിലുണ്ട്. അതിനൊപ്പം ദിനുഷയും ഇപ്പോൾ ആ ലിസ്റ്റിലുണ്ട്. ടെസ്റ്റ് യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇത്തരമൊരു എലൈറ്റ് ലിസ്റ്റിൽ ഇടം നേടുക എന്നത് അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൻ്റെ വ്യാപ്തിക്ക് അടിവരയിടുകയും ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഈ ഒരു വിശാലമായ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നുണ്ട്. ആരാണ് സോണൽ ദിനുഷ എന്ന് ചോദിക്കുമ്പോൾ 2000 ഡിസംബർ 4-ന് കൊളംബോയിലാണ് അദ്ദേഹം ജനിച്ചത്. ദിനുഷ ഒരു ഇടങ്കയ്യൻ ബാറ്റ്സ്മാനും അതുപോലെ സ്ലോ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളറുമാണ്. പ്രാഥമികമായി അദ്ദേഹം ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. പക്ഷേ അദ്ദേഹം ബാറ്റിങ്ങിലാണ് ഇപ്പോൾ തിളങ്ങുന്നത് എന്നത് മറ്റൊരു കാര്യം. 2025-ൽ നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം സീനിയർ തലത്തിൽ തിളങ്ങുന്നതിന് മുമ്പ് ശ്രീലങ്ക എ ടീമിൽ തൻ്റെ കഴിവ് തെളിയിച്ചിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലും ശ്രീലങ്ക എ ടീമിലും നടത്തിയ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ട് കഴിവിനെക്കുറിച്ചുള്ള സൂചനകൾ ആ സമയത്ത് തന്നെ നൽകിയിരുന്നു. ഏതായാലും ഈ പരമ്പരയുടെ റിസൾട്ട് എന്ത് തന്നെയായാലും സോണൽ ദിനുഷ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ്.